ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് മോർണിംഗ് ഒക്കെ പോയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ സമയമായിട്ടുണ്ട്. 11:30യോ 12 മണിയോ അങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ. 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തെറിതള്ളക്കൊരു മറുപടി കൊടുത്തിട്ട്. അപ്പോഴേ ഞാൻ പറയുന്നുണ്ട് എനിക്ക് തലവേദന വരുന്നുണ്ട്. ഇപ്പം ഈ കാണുന്നവരൊക്കെ പറയും നന്നായിക്ക് നിനക്ക് ദൈവം തരുന്ന ശിക്ഷയാണ് എന്നൊക്കെ പറയാൻ ആൾക്കാർ വന്നോട്ടെ. പക്ഷേ എൻ്റെ സുഖവിവരങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ സ്ക്രോൾ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ പുലർച്ചെ തുടങ്ങിയ വേദനയായിരുന്നു എനിക്ക്. പുലർച്ചെ മൈഗ്രൈൻ്റെ വേദന വന്നിട്ട് ഞാൻ ഉണർന്നത്. പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അപ്പോൾ മാക്സിമം ഞാൻ പിടിച്ചു നിന്നു, മെഡിസിനൊക്കെ എടുത്തു. അപ്പോൾ വീട്ടിൽ പിള്ളേരുണ്ടല്ലോ, അവരെ പട്ടിണിക്കിടാൻ പറ്റുമോ നോക്ക്. അങ്ങനത്തെ ഒരു അമ്മയാണെങ്കിൽ നമുക്ക് പട്ടിണിക്കിട്ടായിരുന്നു. അമ്മക്ക് കുഞ്ഞുങ്ങളെ വില അറിയുള്ളൂല്ലോ. അങ്ങനെ ഞാൻ ഒരുവിധം ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡ് ഉണ്ടാക്കിയത് ഞാനല്ല കേട്ടോ. മോളോട് പറഞ്ഞു മോളെ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്കിട്. അപ്പം കൊച്ചു കുട്ടീനെ കൊണ്ടൊക്കെ ഫുഡ് ഉണ്ടാക്കിപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ട് ചില കുഞ്ഞുങ്ങളുടെ വാല്യൂ അറിയാത്ത ചില ആൾക്കാർ വരും. അവരോടായിട്ട് പറയാണ്, അമ്മമാർക്ക് സുഖമില്ലേ, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പതിവായിട്ടുള്ള സംഭവമാണ്. എത്ര അരിയിടണ്ടേന്നും എങ്ങനെയാണ് കഴുകിയിടണ്ടേന്നൊക്കെ അവർക്കറിയാം. ഞാൻ പറഞ്ഞു മോളെ ചെറുപയറോട് കഴുകിയിട്ടേന്ന് പറഞ്ഞു. ആ സമയത്തും വേദനയുള്ള സമയത്തും ഞാൻ വരയ്ക്കാം കേട്ടോ, കാരണം എനിക്ക് നാളെ കൊടുക്കേണ്ട 2 ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇവൾ ചെറുപയറും അടുപ്പത്തിട്ട് ഞാൻ വരച്ച് കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ചെറുപയറിൽ ഒരു തുള്ളി വെള്ളമല്ല. 2 മിനിറ്റ് ഞാൻ വൈകിട്ടുണ്ടെങ്കിൽ ചെറുപയറൊന്നായിട്ട് കരിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ ഇവർക്ക് ഫുഡ് അടുപ്പത്തിൽ വെക്കാൻ അവർക്കറിയാം, പിന്നെ ഒന്നും അവർക്കറിയില്ല കേട്ടോ. വേവ് എങ്ങനെയാണ്, ഉപ്പ് എങ്ങനെ ഇടണം ഒന്നും അവർക്കറിയില്ല. പിന്നെ ഞാൻ ചോറൊക്കെ വെച്ചു ഊറ്റി ഭക്ഷണമൊക്കെ കൊടുത്തരാൻ പറഞ്ഞു. പെട്ടെന്ന് പോയിട്ട് ഒരു ഓട്ടോ വിളിച്ച് വാ മോനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർമാർക്കറിയാം ഞാൻ ഈ ഒരു വിഷയത്തിന് മാത്രമേ അവിടെ ചെല്ലാറുള്ളൂ എന്ന്. അപ്പം നല്ല ഡോക്ടേഴ്സ് ആട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലില്ല ഒരു ഡോക്ടർ ഒഴികെ ബാക്കി എല്ലാ ഡോക്ടേഴ്സും നല്ലതാണ് കേട്ടോ. ആ ഡോക്ടറെ പറ്റി ഞാൻ സൂപ്രണ്ടിനും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് മരുന്നിന് റിയാക്ഷൻ ഉണ്ട്. എനിക്ക് റിയാക്ഷനുള്ള മരുന്ന് ഇയാൾ തരാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അതിന് ഞാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഞാൻ ഈ മരുന്നിന് അഡിക്റ്റാണോ എന്നുള്ളൊരു ഡൗട്ട്. അഡിക്റ്റല്ല മരുന്ന്, ഡോക്ടറെ എനിക്ക് വേറെ എല്ലാത്തിനും റിയാക്ഷൻ ആയതുകൊണ്ടാണ് എന്നുള്ളത് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിട്ടും അയാൾക്കതൊരു വിശ്വാസം വരായ പോലെ. അപ്പോൾ ടെസ്റ്റ് ഡോസ് ഇട്ടിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാനത് ഓക്കെ പറഞ്ഞു. അയാളുടെ വിശ്വാസമാണല്ലോ. ഒരിക്കൽ ടെസ്റ്റ് ഡോസ് ഇട്ടതിൻ്റെ ഇതാ ഇപ്പോഴും നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ നല്ല ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ പാടുകളാട്ടോ. ഈ കറുത്ത പുള്ളി കാണുന്നില്ലേ, അത് ടെസ്റ്റ് ഡോസ് ഇട്ടതാട്ടോ. അങ്ങനെ ഞാൻ 2 മണിക്ക് പോയിട്ട് 2 മണിക്ക് തന്നെ പോയത്. 2 മണിക്ക് പോയിട്ട് ഒരു സിസ്റ്ററുണ്ട്, ഒറ്റ കുത്തിന് എനിക്ക് വെയിൻ കിട്ടും. ആ സിസ്റ്റർ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ സിസ്റ്റർ വെയിനിട്ടു, സെൻട്രൽ വെയിനാണ് ഇട്ടത് ലെഫ്റ്റ് ഹാൻഡിന്. അപ്പം എന്നോട് പറഞ്ഞു മരുന്ന് പോകുന്നുണ്ട്, അഥവാ ബൾജ് ആവുകയാണെങ്കിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ബൾജ് ആവുന്നുണ്ട്, പക്ഷേ മരുന്ന് കയറുന്നുണ്ട്. ബൾജ് ആവുക എന്ന് വെച്ചാൽ വീങ്ങുക കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മരുന്ന് കയറുന്നുണ്ടല്ലോ അപ്പോൾ വെയിനിൽ തന്നെ ആവുമല്ലോ, അപ്പം ബൾജായത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഡോക്ടറോട് നഴ്സിനോട് പറയാൻ നിന്നില്ല. മരുന്ന് ഇത് ചെയ്തു, ഞാനിങ്ങ് പോന്നു. അപ്പോൾ ഈ മരുന്ന് എന്ന് വെച്ചാൽ കുറച്ച് ഉറക്കം ഉണ്ടാവും ഈ മരുന്ന് ചെയ്താൽ. ഞങ്ങൾ വീട്ടിലെത്തിയത് 5 മണി 6 മണി അങ്ങാണ്ടായിട്ടുണ്ട്. വീട്ടിൽ വരുന്ന സമയത്ത് ഓട്ടോ വിളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നതും. അങ്ങനെ വീട്ടിലെത്തി മോന് പോയി സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് തന്ന് എനിക്കൊരു ചായയൊക്കെ ഇട്ട് തന്നു. ഞാൻ ഡെയിലി എടുക്കുന്ന മെഡിസിനൊക്കെ എടുത്തു. ഞാൻ അവനോട് പറഞ്ഞു ഉമ്മ കിടക്കുകയാണ്, ഉറങ്ങിപ്പോയാൽ വിളിക്കരുത് എന്ന് പറഞ്ഞു. മക്കൾ ഫുഡ് എടുത്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് ഞാൻ പോയി കിടന്നു. ഒരു 12 മണിയായപ്പോൾ ഇതേപോലെ പെയിന്. ഈ 2 മണിക്കെന്ന് വെച്ചാൽ ഈ സിക്കാരൊക്കെ ഉണ്ടല്ലോ തലക്ക് കെട്ടിയിട്ട് അങ്ങനെയാട്ടോ ഞാൻ പോയത്. അത്രമേൽ ഭയങ്കര പെയിനായിരുന്നു. എന്താ എനിക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ 2 മണിയായപ്പോൾ 12 മണിയായപ്പോൾ പിന്നെയും പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തുവാ ചെയ്യാനുള്ള ആകത്തെ ഓപ്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു.
ഇനിയൊരു ഓപ്ഷൻ ഇല്ല. എനിക്കിപ്പം മെഡിക്കൽ കോളേജിൽ കയറ്റിയെന്ന് വെക്കുക, എന്നാലും അവിടെ പോയാലും എനിക്ക് തരാനൊരു മരുന്നില്ല, റിയാക്ഷനാണ് ബാക്കി എല്ലാത്തിനും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും കൂടി സെയിം മരുന്ന് തന്നെ ഒന്നുകൂടി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. 12 മണിക്ക് പോയാൽ എനിക്ക് വെയിൻ കിട്ടുന്നത് 1:30 ആയപ്പോൾ. ഒരു 10-15 കുത്തലെങ്കിലും കൈക്ക്, 2 കൈക്കും 2 കാൽക്കുമായിട്ട് കുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി വേറെ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ കാര്യവും കൂടി നോക്കിയിട്ടാട്ടോ അത്രയും ലേറ്റായത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഛർദിയുടെ മരുന്നിട്ടതിന് ശേഷമേ ഈ ഒരു മരുന്നിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മരുന്ന്, ഛർദിയുടെ മരുന്ന് ഇട്ട് കഴിഞ്ഞ് അടുത്ത മരുന്നിട്ടപ്പം ബൾജായി. അപ്പം ഛർദി ഫസ്റ്റത്തെ മരുന്നിട്ടപ്പം തന്നെ ബൾജായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ വീങ്ങുന്നുണ്ട് പക്ഷെ മരുന്ന് പോകുന്നുണ്ട്. അയ്യോ അത് പുറത്തേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് നമുക്ക് മാറ്റി കുത്താമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓടിയത്. ഫസ്റ്റിലത്തേത് എനിക്ക് എൻ്റെ വെയിനിൽ കയറിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് തലവേദന മാറാതിരുന്നത്. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഇന്ന് വന്നപ്പോൾ ഇങ്ങനെ പുറത്തായിരുന്നു, ആയിരിക്കാം, അങ്ങനെ ബൾജായിട്ടും പോയിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ സിസ്റ്റർ എന്നാൽ അതുകൊണ്ടായിരിക്കും മാറാതിരുന്നത് എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ വെയിൻ തപ്പിപ്പിടിച്ച് ഫസ്റ്റ് കുത്ത് തന്നെ കിട്ടിയിട്ടോ. അങ്ങനെ ഛർദിയുടെ മരുന്നിട്ടു. പിന്നെയാണ് ഈ പെയിൻ കില്ലർ ഇടുന്നത്. കാരണം ഈ പെയിൻ കില്ലർ ഇട്ടാൽ ഛർദിക്കും. അപ്പോൾ ഛർദി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഛർദിയുടെ മരുന്നിട്ടു, എന്നതിന് ശേഷം പെയിൻ കില്ലർ ഇടുകയാണ്. അങ്ങനെ പെയിൻ കില്ലർ ഇട്ട് ഞാൻ പൊതുവേ ഛർദിയുടെ മരുന്നിടുമ്പോഴേക്ക് ഞാൻ അബോധാവസ്ഥയിലായി പോകാറുണ്ട്. കാരണം അത്രയും അങ്ങനത്തെ ഒരു മയക്കം വരുന്നൊരു മരുന്നാണത്. പക്ഷെ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. മോള് തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ കിടക്കുന്നു, മോനപ്പുറത്തും കിടക്കുന്നു. ഇവരോട് രണ്ടാളോടും ഉറങ്ങിപ്പോയി. ഇവരെ ഉറക്കത്തെ നമ്മൾ കൈയും കാലം എങ്ങനെയാണ് അനക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പെട്ടെന്ന് കണ്ണ് കളിപ്പോയി, എന്നോട് ഈ നീഡിൽ ഊരിപ്പോയി. ബെഡ് ഒന്നായിട്ട് ചോരയും മരുന്നുമായിപ്പോയി. അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കുഴപ്പമില്ല കുട്ടി, നീ ഒന്ന് ഉറങ്ങി നോക്കുക, ഉറങ്ങിയാൽ ചിലപ്പോൾ മാറും, നിനക്ക് നരമ്പ് കിട്ടൂലല്ലോ, എന്താ ചെയ്യുക, നമുക്ക് ഇടണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇത് മാറാതെ ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, തിരിച്ച് നാളെ ഇതേപോലെ വരുമ്പം ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് വെയിൻ കിട്ടാതിരുന്നാൽ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു. അങ്ങനെ സിസ്റ്റർ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സൂപ്രണ്ടിനെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ വേണ്ട ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. സൂപ്രണ്ടിനെ കോൺടാക്ട് ചെയ്യുമെന്ന് കേട്ടപ്പോൾ മാത്രം ഈ സ്ത്രീ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അല്ലാതെ പൊതുവേ ഞാൻ പറയല്ലോ, താമരശ്ശേരി ഹോസ്പിറ്റലിലത്തെ ഒരു വിഷയം നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, ഡോക്ടറെ തലക്ക് വെട്ടി എന്നുള്ള. താമരശ്ശേരി എന്നൊക്കെ വെച്ചാൽ ഒരു കാണിക്കാൻ വെച്ചാൽ 1-1.5 മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. ഒന്ന് കാണിക്കണേ, കാഷ്വാലിറ്റി കേട്ടോ, നിങ്ങൾ ചിന്തിക്കണം. ഒരു ഡോക്ടറെ ഉണ്ടാവുള്ളൂ. നഴ്സുമാരൊക്കെ ഈ ആരാധകന്മാർ എന്നൊക്കെ പറയുന്നത് വെറുതെ അമ്മാതിരി നമ്മളെ കടിച്ച് കീറാന്നൊക്കെ തോന്നാൻ നഴ്സുമാരുടെയൊക്കെ നിപ്പും പാവും. ഷീട്ട് കൊടുക്കുമ്പോഴേക്കും അവർ ഒരു വലിയ നമ്മളടുത്ത് നിന്ന് ഷീട്ട് ഒരു സോഫ്റ്റായിട്ടോ ഇങ്ങോട്ട് വെക്ക് കൈ എന്നൊക്കെയാണ് പറയുക. ഒരു സോഫ്റ്റായിട്ടൊന്നും സംസാരിക്കില്ല. പക്ഷെ നേരെ മറിച്ച് കൊയിലാണ്ടി ഹോസ്പിറ്റലിലത്തെ ഒരു ഡോക്ടർ ഒഴികെ ബാക്കി എല്ലാ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും നല്ല സ്വഭാവമാണ്. ഈ ഒരു ഡോക്ടറെ ഇത് പറയാൻ കാരണം എനിക്ക് ഒരുവിധം മരുന്നിനൊക്കെ റിയാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ഡോക്ടറോട് എനിക്ക് റിയാക്ഷനാണ് എന്ന് പറഞ്ഞിട്ടും ഡോക്ടർ അത് ടെസ്റ്റ് ചെയ്ത് അത് ഇടാൻ വേണ്ടി പുറപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് റിയാക്ഷൻ, കാരണം ഞാൻ അടിക്കുന്ന മെഡിസിൻ ഞാൻ പറഞ്ഞല്ലോ ഒരു അഡിക്റ്റായി പോകുന്നൊരു മെഡിസിനാണ്. അപ്പോൾ നാളെ ഒരിക്കൽ നിങ്ങൾക്ക് ജസ്റ്റ് മറ്റേ അഡീഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ന്യൂസൊക്കെ കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല കേട്ടോ. ഈ ഒരു മെഡിസിൻ അങ്ങനത്തെ ഒരു മെഡിസിനാണ്. അങ്ങനെയും ക്രിട്ടിക്കലാണെങ്കിൽ മാത്രമേ ഈ മെഡിസിൻ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഈ സിസ്റ്ററോട് പിന്നെ സിസ്റ്റർ വേറൊരു സിസ്റ്ററെ വിളിച്ച് കാലിക്ക് നോക്കിയപ്പം കാലിന് വെയിൻ കിട്ടി. ആ ഇരുന്ന ഇരിപ്പ് തന്നെ എനിക്ക് ആ മരുന്നിട്ട് തരികയും ചെയ്തിട്ടു. കാരണം ആ മരുന്നൊട്ടും എൻ്റെ ശരീരത്തിൽ കയറിയില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 6:30 ആയിരിക്കും. അപ്പോൾ മോളിത്തിരി അവിടെ നിന്ന് ഉറങ്ങിക്കും. മോൻ കുറേ കഴിഞ്ഞാലാണ് ഉറങ്ങിയത്.
അങ്ങനെ പിന്നെ കിടന്നുറങ്ങി. ഇതേ ഇപ്പം എഴുന്നേൽക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് നാളെ കൊടുക്കേണ്ട 2 ഫോട്ടോ ഉണ്ട്. 20, 28, 10,000 രൂപയുടേതും 15, 22, 5,000 രൂപയുടേതും 2 ഫോട്ടോസാണ് നാളെ കൊടുക്കാനുള്ളത്. അസുഖം ആണ് എന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്ന ഡേറ്റിന് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും എങ്ങനെയാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ കഴിയുന്നതും ഇന്ന് തന്നെ ചെയ്തു കൊടുക്കും കേട്ടോ. അസുഖത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലസിതയൊക്കെ പറയുമ്പോൾ ഹൈന്ദവരെ വെല്ലുവിളിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അസുഖത്തെ വെല്ലുവിളിച്ചുകൊണ്ടാട്ടോ ഞാൻ ഇത് ചെയ്യാറ്. അപ്പോൾ ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ശരിക്കും പറയാച്ചാൽ ഭക്ഷണം പോലും കറക്റ്റ് കഴിച്ചിട്ടില്ല എനിക്ക് തലവേദനയായിട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ കുറേന്നൊന്നും പറയാനില്ല, 2-3 സൈസ് ഹലുവ കൊണ്ടുവച്ചിട്ട്. ഹലുവൊക്കെ ടേസ്റ്റ് ഉണ്ടോ മോളെ? പിടിച്ച് റെഡ് കളറ്, യെല്ലോ കളറ്. ഇത് ഇളനീരിൻ്റെതായിരിക്കും അല്ലേ മുകളിലുള്ളത്? അല്ല, 2 പക്ഷെ അത് ഒന്ന് തീർന്നിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്? പിന്നെ അതേ നുറുക്കുണ്ട്, വേറൊരു മോഡൽ നുറുക്കുണ്ട്. പിന്നെ അതേ പൈനാപ്പിൾ 2 ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടൊരു സാധനമുണ്ട്. ഞാൻ ഇന്നലെ പിന്നെ ചോറ് പോലും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ ചെറുപയർ കറിയാണ് വെച്ചതെന്ന് ഞാൻ ഇതിന് മുമ്പേ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നലെ ഇറച്ചി മീനൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ധൈര്യത്തിന് എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് അരവണ. പക്ഷേ മമ്മിയൂരിലത്താണുള്ളത്. മമ്മിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇത് ശബരിമലയിലത്തെ അരവണയല്ല. ഇതേ മുട്ടായി. നമ്മുടെ ഇവിടുത്തെ സ്വാമി ഉണ്ടല്ലോ, ഇന്നലെ ഓട്ടം പോയതായിരുന്നു ശബരിമലയിലേക്ക്. ഇന്നലെ പോയതല്ല കേട്ടോ, 3 ദിവസം മുമ്പ് പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കൈമേൽ അവൻ്റെ കൈച്ചെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ എങ്ങോട്ടാണ് ഓട്ടം പോയതെന്ന് പറയാതിരുന്നത് അതാ. കാരണം ചിലർ പർദ്ദയിട്ട് ഈ ഏരിയയിൽ കൂടെ ചുറ്റിക്കറങ്ങണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവനുള്ള സമയത്ത് വരണം എന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എവിടേക്കാണ് ഓട്ടം പോയതെന്ന് പറയാതിരുന്നത്. അപ്പം എനിക്ക് 3 ദിവസമായി ഇവിടുന്ന് പോയിട്ട്. നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഞങ്ങളെ ഇവിടെ ഇറക്കി. ഇപ്പം അലക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ല ഞാനല്ല അവൻ്റെ ഡ്രസ്സൊക്കെ അലക്കൽ, അമ്മയാണ് അലക്കൽ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ആക്കി തന്ന് ഒന്ന് കിടന്നുറങ്ങി ജസ്റ്റ് ചെയ്യുന്നിട്ട് അവൻ പോയി. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ അലുവ ഉണ്ട് എന്ന് തന്നെ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എൻ്റെ പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അലുവ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതാണ്. ഇത്രയും സാധനമാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും പൈസ കൊടുത്തിട്ട് മേടിച്ചതാണെന്ന്. അല്ല കേട്ടോ. ഈ നിങ്ങൾ ശബരിമലയിൽ പോകുന്ന ആൾക്കാർക്കറിയാം, ഈ പൊരിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്, പൊരിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വലിയ ഷോപ്പിൽ, എന്താ അതിൻ്റെ പേര് മറന്ന്, വലിയ ഷോപ്പിൽ നിർത്തി കൊടുക്കും. അപ്പോൾ അവിടുന്ന് ഈ ഡ്രൈവർമാർക്ക് അവിടെ ഉള്ള എന്ത് സാധനവും എടുക്കാം. അതേപോലെ എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ആയിരിക്കും, അത് എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ ഈ അച്ചാറ് വിളമ്പുന്ന പാത്രം അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, പൊന്നാരമോനോ അച്ചാറ് വിളമ്പുന്ന പാത്രം അങ്ങോട്ട് കൊണ്ടുവരില്ല. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഏതൊരു ഷോപ്പിൽ പോകുമ്പോൾ ഇവർ തരുന്ന ഒറ്റ സാധനം ഈ അച്ചാറ് വിളമ്പുന്ന പാത്രം. ഇതിന് മാത്രമൊക്കെ അച്ചാർ എവിടെ കിട്ടും എന്നുള്ളത് അവർ പോലും ചിന്തിക്കുന്നില്ല. എന്നിട്ട് ഈ അച്ചാറ് വിളമ്പുന്ന പാത്രമാണ് മെയിനായിട്ട് കിട്ടുക. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവരല്ലോ. ഇതൊക്കെ അവന് ഫ്രീ കിട്ടിയതാണ്. പിന്നെ ഇതേപോലെ അവൻ്റെ വീട്ടിലോട്ടും കൊണ്ടുപോയി കിട്ടും, അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അരവണ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് വെക്കണം. ടേസ്റ്റ് ചെയ്ത് വെക്കണം. എന്താ ടേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ അവിടുന്ന് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് നോക്കിയതാണ്. പിന്നെ ഇന്നത്തെ വർക്ക് തീർക്കാനുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം. അത് കുളിച്ചിട്ട് വേണമെന്ന് തല നല്ലോണം നനച്ച്, മോളെ ഒന്ന് ലൈറ്റിട്, തല നല്ലോണം നനച്ചൊന്ന് കുളിച്ച് നോക്കണം. എന്നാൽ പിന്നെ ക്ഷീണമൊക്കെ മാറും. അപ്പോൾ അതേ ഒന്നിവിടെ വന്നേ, ഒന്നൊരു പിടിച്ചുണ്ടോ. ഇതാണ് ഒരു ഫോട്ടോ ഇത്രത്തോളം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. കാണുന്നുണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം ക്ലീൻ ചെയ്താക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയ സൈസാട്ടോ.
ഇത് ഫ്രെയിം അടക്കം വരിക 20 ഇഞ്ച് വീതിയും 28 ഇഞ്ച് നീളവുമാണ് വരിക. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. പിന്നെ വരുന്ന ആളെ ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇത് വരുന്നത് 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ്. ഇതിന് 5,000 രൂപയാണ് വരിക. ഈ 2 ഫോട്ടോയും ഇന്ന് ഈവനിങ് ആകുമ്പോഴേക്കും തീർക്കണം, അല്ലേ നാളെ ഈവനിങ് ആകുമ്പോഴേക്കും. നാളെ ഈവനിങ് വരെ കൊറിയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എനിക്ക് അവിടെ ഉണ്ട്. ലേറ്റ് ആയിട്ടാണെങ്കിലും അവർ വണ്ടി പോയിട്ടില്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ ഇത്രയും നേരം സംസാരിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രമേൽ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ ചിത്രം വരച്ച് വീട്ടിലേക്കുള്ള ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഹൈന്ദവരെ പറ്റിക്കുന്നു. ഞാൻ എന്താ പറ്റിക്കുന്നത്? ഞാൻ അവരോട് കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന മെറ്റീരിയലിൻ്റെ മുകളിൽ ഇന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അത് കോസ്റ്റ് കൂടുതലാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർ വേണ്ടാന്ന് വെച്ചാൽ അവർ പോവില്ലേ? ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഒരാളെ അടിച്ചേൽപ്പിക്കുന്നില്ല. അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവർ മേടിക്കുന്നു. ഈ 10,000 രൂപയുടെ ഫോട്ടോ അവരെനിക്ക് 20,000 രൂപ അയച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ സ്ക്രീൻഷോട്ട് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഒരു എന്താ പറയുക, ഒരു 500 രൂപയെങ്കിലും അധികം അവരിടും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കില്ല. കാരണം അവർക്കറിയാം എൻ്റെ കഷ്ടപ്പാട്. ഇത്രയും നേരം ഇന്നലെ ഫുള്ള് പെയിൻ, എനിക്ക് എമ്മാതിരി പെയിനായി എന്നറിയോ. ആ പെയിൻ്റെ ഉള്ളിൽ കൂടി വരച്ചതാട്ടോ ഈ ചെറിയ ഫോട്ടോ. കാരണം എനിക്കറിയാം ഞാൻ തിങ്കളോ ചൊവ്വയായിട്ട് കൊറിയർ ചെയ്യാമെന്ന് അവരോട് പറഞ്ഞതാണ്. 2ൻ്റെയും ഫുൾ പേയ്മെൻറ്റ് തന്നതാണ്. ഇത് മാത്രമല്ല, ഈ വേറൊന്നുകൂടി ഉണ്ട് ഫുൾ പേയ്മെൻറ്റ് തന്നത്. എന്നിട്ട് വേണം പാതി പേയ്മെൻറ്റ് തന്നല്ലോ ഇത് ചെയ്ത് തീർക്കാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫുൾ പേയ്മെൻറ്റ് തരുന്നത് എന്നെ അറിയ പോലും ഇല്ല എന്നല്ല, ഞാൻ എന്താന്ന് പോലും അറിയാതെ ഇവർ ഫുൾ പേയ്മെൻറ്റ് അയച്ചിടുന്ന സമയത്ത് നമുക്ക് അവരധികം വെയിറ്റ് ചെയ്യിക്കാൻ നിൽക്കരുത്. അവർക്ക് ടെൻഷനൊക്കെ കൊടുക്കരുത്. നമ്മളൊരിക്കലും അയ്യോ ആ ഫോട്ടോ വരച്ച് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അവർക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം അതങ്ങ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ എന്നെ മേക്കപ്പ് ഇല്ലാതെ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമില്ലേ, അതൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. നോ ഫിൽറ്റർ ആട്ടോ ഇത് 16 16 ഫിൽറ്റർ ഇട്ടാലും വലിയ ഒരു ഉണ്ടാവില്ല, ക്ലാരിറ്റി കുറയുക എന്നല്ലാതെ. അതുകൊണ്ട് ക്ലാരിറ്റിയോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫിൽറ്ററും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്, എണീറ്റോ? എൻ്റെ മോനെ എണീറ്റ് വന്നതാണ്. അപ്പം അങ്ങനെയാണ്. നോക്കണ്ട, വൈകുന്നേരമായി. അപ്പോൾ ഈ വീഡിയോ എത്താൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് നല്ലതോ തെറിയോ എന്തോ നിങ്ങൾ ഇട്ടോട്ടെ, എനിക്ക് വിഷയമില്ല. എനിക്ക് പോസിറ്റീവിനെക്കാട്ടിലും ഇഷ്ടം നെഗറ്റീവാണ്. പക്ഷേ എന്നെ എല്ലായിടത്തും തളരാതെ നിർത്തുന്നതും ഈ നെഗറ്റീവുകൾ മാത്രമാണ് എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.